നരകം കിട്ടൽ വലിയ പ്രയാസമാണ്. നരകം സമ്പാദിക്കലാണ് ഇടങ്ങേറ്. ഇവിടെ ഇടങ്ങാറാണ്, ആഖിറത്തിലും ഇടങ്ങാറാണ്. അള്ളാഹു കാക്കട്ടെ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം നല്ല വെള്ളമാണ്. ആ വെള്ളം എനിക്ക് കുടിക്കാം. പടച്ചോനെ വിചാരിച്ച് കുടിക്കുമ്പോ പടച്ചോനെ വെള്ളം ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല, തന്നവൻ നീയാണ്. അതുകൊണ്ട് പടച്ചോ പറഞ്ഞു വലത്തെ കയ്യിൽ പിടിച്ചു കുടിച്ചോ, ബിസ്മില്ലാ ചൊല്ലി കുടിച്ചോ, അല്പാൽപമായി കുടിച്ചോ. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞോ. ഒരു 5 സുന്നത്ത് വെള്ളം കുടിക്കുമ്പോഴത്താൽ വെള്ളം കുടിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും. മാത്രമല്ല, ഈ കുടിക്കുന്നത് സുതാര്യമാണ്. കാരണം എന്താ, ഇപ്പൊ ഒരു വയസ്സായ മൂപ്പര് വെള്ളം കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ടാണ് ഇവിടെ വെച്ചത്. ഇനിയിപ്പോ ബാക്കി ഉസ്താദ് ഇപ്പൊ ഇതിനടക്ക് ചോദിച്ചു കുടിക്കാൻ എടുത്ത് തരണോ, അല്ലേ? പരസ്യമായിട്ട് കുടിക്കാം. ഈ വെള്ളം എനിക്കും എന്റെ ഉമ്മാക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം, അല്ലേ? ഭാര്യക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം. ജ്യൂസ് കുടിക്കാം, പാല് കുടിക്കാം, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, ഒക്കെ കുടിക്കാം, അല്ലേ? സ്വർഗം കിട്ടുന്നതൊക്കെ നമുക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റിയതാ. അതേ സമയത്ത് മറ്റേ സാധനം ഏതാ? അത് നരകം കിട്ടുന്നതാണ്. നരകം കിട്ടുന്ന സാധനം ഇങ്ങനെ എല്ലാ സ്റ്റേജിലും കൊണ്ടുവന്നേക്കാൻ പറ്റുമോ? പറ്റൂല. മുക്കത്ത് അതിന്റെ മുകളിൽ ഇനി ആൾക്കാർ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കല്. ഇപ്പൊ അവിടെ തന്നെയല്ലേ? അവിടുന്ന് പോയോ? എവിടെ പോയി? തിരുവമ്പാടിക്ക് പോയി. അപ്പൊ ഇവിടുന്ന് സാധനം കിട്ടണമെങ്കിൽ ഇപ്പൊ എവിടെ പോണം? തിരുവമ്പാടി പോണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് കാത്തു നിൽക്കണം ഒരുപാട് നേരം. അച്ചടക്കത്തിലാട്ടോ കാത്തു നിൽക്കല്. കാരണം ഇത് കിട്ടിയാൽ പിന്നെ അച്ചടക്കം ഉണ്ടാവില്ല. അപ്പോ ആ ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കണ്ണുങ്ങൾ എല്ലാരും നിൽക്കണ്ട. ഹിന്ദു മുസ്ലിം കുഴപ്പം അവിടെ അല്ല, ഉണ്ടോ? LDF UDF കുഴപ്പം അവിടെ അല്ല, ഉണ്ടോ? ഒരു കുഴപ്പം അവിടെ അല്ല. ഒരു ഗ്രൂപ്പിൽ എല്ലാവരും കാത്തുനിൽക്കാനാണ്. അങ്ങനെ അവിടെ പോയിട്ട് കാത്തു നിൽക്കണം. കാത്തു നിന്നിട്ട് കിട്ടിയാൽ തന്നെ നമ്മളെ ഭാര്യനെയും മക്കളെയും ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ആഘോഷമായിട്ട് കുടിച്ചാൻ പറ്റിയത് അത്. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കൂ, നരകം കിട്ടുന്ന സംഗതി ഇവിടുന്ന് തന്നെ കഷ്ടപ്പെട്ടെങ്കിലേ കിട്ടുള്ളൂ. നല്ല വില കൊടുക്കണം, അവിടെ പറ്റി ക്യൂ നിൽക്കണം. എന്നിട്ട് അത് കിട്ടിയാൽ തന്നെ വാപ്പ അറിയാതെ കുടിച്ചണം, ഉമ്മ അറിയാതെ കുടിച്ചണം, പോലീസ് അറിയാതെ കുടിച്ചണം. അങ്ങനെ ഇനി അറിയാതെ കുടിച്ചെന്ന് വെക്കുക. പക്ഷെ കുടിച്ചാൽ പിന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം കുടിക്കണത് വരെയാണ് ബുദ്ധി. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി പോയി. കള്ളോളം നല്ലൊരു വെള്ളം ഭൂലോകത്തില്ലട രാമ, അല്ലേ? എള്ളോളം ഉള്ളിൽ ചെന്ന ഭൂലോകം തരികിടതികിതയെന്നാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് അവസ്ഥ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കള്ളുകുടിയും ജ്യൂസ് കുടിയും, കള്ളുകുടിയും പാല് കുടിയും, കള്ളു കുടിക്കുന്നതും ചായ കുടിക്കുന്നതും, കള്ളു കുടിക്കുന്നതും വെള്ളം കുടിക്കുന്നതും, കള്ളു കുടിക്കുന്നതും മോര് കുടിക്കുന്നതും, കള്ളു കുടിക്കുന്നതും ഓർലിക്സ് കുടിക്കുന്നതും, ഞാൻ പറഞ്ഞ ഓരോന്നും നോക്ക് നിങ്ങൾ. കള്ള് നരകത്തിലേക്കാണ്, ബാക്കിയൊക്കെ സ്വർഗത്തിലേക്കാണ്. സ്വർഗം കിട്ടുന്ന കാര്യം സുതാര്യമാണ്, എല്ലാവർക്കും സന്തോഷമായിട്ട് ചെയ്യാം. നരകം കിട്ടുന്ന കാര്യം കഷ്ടപ്പാടാണ്. അതുകൊണ്ട് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഓലെ പ്രായപ്പ അതാണ്. ഓരെ നമ്മൾ പ്രശ്നമാക്കാൻ നിൽക്കണ്ട. ഓരെങ്ങനെ ഫ്രീ ആയിട്ടാണ് വിടുക. അതാണ്. ചെറിയ കുട്ടികളെ ഓരെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ അധികം ചെയ്യും, അല്ലേ? അല്ലാഹു റബ്ബി. നമ്മളെ വീട്ടിൽ 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 3 വയസ്സില്ല, 2.5 വയസ്സായി. ഓ അങ്ങനെ എന്ത് കിട്ടി മേശം വെച്ച് ഇങ്ങനെ മുട്ടുകയാണ്. നമ്മളെ വണ്ടിന്റെ ചാവിനുമായിട്ട് തന്നെ ഇങ്ങനെ മുട്ടുകയാണ്. മുട്ടല്ലേ അറിഞ്ഞാൽ പിന്നെയും മുട്ടും, മുട്ടല്ലേ അറിഞ്ഞാൽ പിന്നെയും മുട്ടും. ഒരുക്ക മുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൂടി മുട്ടി വെക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി മുട്ടിക്കാണ്. പിന്നെ മുട്ടിയില്ല. അതാണ് ചില സംഗതി. അങ്ങനെ ഉണ്ട്. ചിലത് നമ്മൾ എന്താക്കേണ്ടി വരും, എതിര് പറയേണ്ടി വരും, അല്ലേ? ഞാനത് പഠിച്ചത് അങ്ങനെയാണ്. ഒരിക്കൽ ഞങ്ങളെ കാളിയാവ് അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് നിർത്തിയിട്ട് അതിൽ ആടിനെ കയറ്റുന്നുണ്ട്. ആടിനെ ജീപ്പ് കയറ്റാൻ വേണ്ടി. അപ്പൊ നോക്കുമ്പോ ആടിന്റെ ചെവി പിടിച്ചിട്ട് വലിച്ചു കയറ്റുകയാണ് ഇയാൾ. എങ്ങനെ വലിച്ചിട്ടും ആട് കയറുന്നില്ല. അപ്പൊ അങ്ങാടിയിൽ നോക്കിക്കണ ഒരു ചങ്ങായി പോയിട്ട് കാല് പിടിച്ച് ബാക്കൊക്കെ വലിച്ചു. അപ്പൊ ആട് ചാടിയാണ് കയറി. അപ്പൊ ചില സംഗതി അങ്ങനെ വേണ്ടി വരും. കുട്ടികളോട് എങ്ങനെയാ നിൽക്കേണ്ടത്, പെണ്ണുങ്ങളോട് എങ്ങനെയാ നിൽക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു ചെയ്യലാണ് നല്ലത്. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇനിയിപ്പോ ഈ പറയണ എല്ലാം ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട. അങ്ങനത്തെ ഒരു കാലാണ് ഇപ്പൊ. എന്ത് മുണ്ടിയ ഇല്ലേ? ഇപ്പൊ ആൾക്കാർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കാൻ ആരുമില്ല, ഉണ്ടോ? ഇല്ലാത്ത ആവശ്യമില്ലാത്ത. എന്നാൾ പാതിരാക്കി 2.5 മണിക്ക് എനിക്കൊരു ഫോണ്. ഹലോ, കൂറ്റമ്പാറ ഉസ്താദല്ലേ? അതെ, ഒരു സംശയം ചോദിക്കാണ്ടേനു. ഏതായാലും ഉണർന്നില്ലേ, ഞാൻ ചോദിച്ചോട്ടെ എന്നായിക്കോട്ടെ എന്നാ ചോദിക്കുക. അപ്പൊ അല്ല ഉസ്താദ്, ഇബ്ലീസ് ആണാ പെണ്ണാന്ന് ചോദിച്ചു. നോക്കി സുബ്ഹാന ജല്ല ജലാലു. മുങ്കർ നക്കീറും കൂടി ഇല്ലാത്ത സംശയമാണ് ഇപ്പനുള്ളത്, അല്ലേ? ഏതെങ്കിലും ഒരു ഈ ദുനിയാവുന്ന് എവിടെയെങ്കിലും ഒരു ഉപകാരം ആ ചോദ്യം കൊണ്ടുണ്ടോ? നാളെ ആഖിറത്തിലുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇതാണ് ആൾക്കാരിന്ന് ചോദിക്കാൻ വേണ്ടി മെനക്കെടുന്നതൊക്കെ. ഏതാണ്?
അങ്ങനത്തെ ചോദ്യങ്ങളാ ചോദിക്കണം. എന്നാളൊരു ചങ്ങായി വിളിച്ചാണ്ട് പറഞ്ഞു, അല്ലോ ഉസ്താദേ ഒരു സംശയം ചോദിക്കാണ്ടേനു. എന്തേനു? യൂസുഫ് നബിനെ പണ്ട് മാർക്കറ്റിൽ വിറ്റു എന്ന് പറഞ്ഞല്ലോ, അത് എത്രക്കേന്? ഇനിയിപ്പൊ ഞാനത് ഖുർആൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു, സമനിം ബക്സിൻ, ചെറിയ വിലക്ക് വിറ്റു എന്നാണ് ഖുർആൻ പറയണത്. എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. എങ്ങനെ? എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? എന്താ പോന്റെ, പിന്നെ ഞാനും ഓനും എങ്ങനെ പിരിഞ്ഞെന്ന് ഇപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യമല്ലോ, നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ പോരെ. അള്ളാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. അപ്പൊ ഒക്കെ ഒരു ഉത്തരത്തിൽ മുട്ടിക്കാൻ അതിന് നമ്മളൊക്കെ റെഡിയാണ്. ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കാൻ ആരുമില്ല. വയസ്സന്മാരും കുട്ടികളൊക്കെ ഈ കണക്ക് തന്നെയാണ്. അങ്ങനെ വെറുതെ ചെറുപ്പക്കാരെങ്ങനെ കുറ്റം പറയാൻ നിൽക്കണം. നമ്മളേറ്റാ നല്ലതാ. നിങ്ങളിപ്പോ ചെറുപ്പക്കാരെ പറയേണ്ടി ഉള്ളൂ. ഇന്നാളൊരു വയസ്സായ വല്യപ്പ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ചെന്നപ്പോ അയാൾ അവിടെ ഇരുത്തി, നല്ല സന്തോഷമൊക്കെ ഇരുത്തിയപ്പോ ഇയാൾ ചോദിച്ചു, വല്യപ്പാനോട് ഡോക്ടർ ചോദിച്ചു, വല്യപ്പ എന്ത് പറ്റി? രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല ഡോക്ടറെ. എന്തേ? അത് ഈ വലത്തെ കാലിന് ഭയങ്കര വേദനയും കടച്ചിടും. അപ്പൊ ഡോക്ടർ ഇയാളൊന്ന് സമാധാനിപ്പിച്ചുകാട് പറഞ്ഞ്, സാരല്ല, പ്രായമൊക്കെ ആയില്ലേ, അപ്പൊ അങ്ങനെ വേദനയൊക്കെ ഉണ്ടാകും. സാരല്ല, പ്രായമാകുമ്പോ അങ്ങനെ വേദനയും കടച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇയാള് ഡോക്ടറോട്, പ്രായമായതുകൊണ്ട് അങ്ങനെ വേദന? അതെ, പ്രായമാകുമ്പോ അങ്ങനെ ഉണ്ടാവും. അതേ പ്രായമുള്ള മറ്റേ കാലിന് അതെന്താ വേദനിക്കാത്ത? കണ്ടോ കണ്ടങ്ങള്. കൊക്കരാമത്തിന്റെ ചോദ്യത്തിന് എല്ലാരും ഉഷാറാണ്. ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കാൻ ആരുണ്ട്. ഇപ്പൊ മൂപ്പര് ഡോക്ടറെ ഉത്തരം മുട്ടിച്ച ഒരു ഉഷാറിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ അള്ളാഹു തആല നമുക്ക് ഖൈറ് തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ കടന്ന കാലഘട്ടം, അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ, അവിടെ നിന്ന് കിട്ടിയ ആസ്വാദനങ്ങൾ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കിട്ടിയ ഒരു അവയവം മാറ്റിവെക്കേണ്ട രോഗം ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. കിഡ്നി മാറ്റിവെക്കാൻ, വാൾവ് മാറ്റിവെക്കാൻ, ഹാർട്ട് മാറ്റിവെക്കാൻ, അങ്ങനെ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന 9,000 രോഗികളുള്ള കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അവയവമാറ്റത്തിന് വേണ്ടി സർക്കാരിൽ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം 9,000 കേരളത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്തിന്റെ ഹൃദയമാകുന്ന പെരിന്തൽമണ്ണയിൽ മാത്രം 12,000 ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കൊറോണ വൈറസിന്റെ വ്യാപനം കേരളത്തിൽ 10,000-ലേക്ക് രണ്ടാമതും വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തലസ്ഥാന നഗരിയിലാണ്. ഇപ്പൊ നമ്മൾ കൊറോണ പോയിട്ട് വേറെന്തേ വന്ന സാധനത്തിന്റെ പേര് പറഞ്ഞു, ഒമിക്രോൺ. പ്രസിഡന്റിനെക്കാളും ചൂടാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എപ്പോഴും കിഡ്നി നഷ്ടപ്പെടാം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും ഹാർട്ട് അടിച്ചു പോകാം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ യുവത്വം, മോളെ നിന്റെ യുവത്വം, ഒരു പെൺകുട്ടി കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവളെ ഭംഗി ആസ്വദിക്കട്ടെ, നല്ലത് തന്നെ. ആ ഭംഗി ആസ്വദിക്കട്ടെ, നല്ലത് തന്നെ. ആ ഭംഗി വീണ്ടും പൗഡർ ഇട്ട് വീണ്ടും കൺമഷിയിട്ട് വർദ്ധിപ്പിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മോൾ ഓർക്കണം, ഒരു ദിവസം അടുക്കളയിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് ഒരു കടുകാണിട്ടപ്പോൾ 4 കടുക് മണി ഒന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് കവിളത്തും കണ്ണിലും അവിടെയും ഇവിടെയും ഒരു 10 ഓട്ട വന്നാൽ, ഒരു 10 കടുക് മണി നിന്റെ മുഖത്തേക്ക് തെറിച്ചാൽ അടുത്ത കണ്ണാടിയിൽ പോയി നോക്കൂ എന്തായിരിക്കും അവസ്ഥ എന്ന്. അത്രേ ഈ ഭംഗിക്ക് ഗ്യാരണ്ടിയുള്ളൂ. അതുകൊണ്ട് കാത്തു കളിക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു തആല തന്നിരിക്കുന്ന ഭംഗി, അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന നിഅമത്ത്, അള്ളാഹു തന്ന എല്ലാം, അള്ളാഹു തആല നമുക്ക് അറിവ് തരും, അള്ളാഹു നമുക്ക് പണം തരും, അള്ളാഹു നമുക്ക് ആരോഗ്യം തരും, അള്ളാഹു നമുക്ക് സ്വാധീനം തരും, അള്ളാഹു തആല നമുക്ക് ഭംഗി തരും, പല നിഅമത്തുകളും അള്ളാഹു തരും. അള്ളാഹുവിനെ മറക്കല്ലേ, അള്ളാഹുവിനെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങളൊക്കെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ജീവിതം ആരംഭിച്ച സമയത്ത് നമ്മെ പറ്റി നല്ല ബോധമുണ്ടാവണം. ഞാനിപ്പോൾ 18 വയസ്സിലാണ്, ഞാനിപ്പോൾ 20 വയസ്സിലാണ്, ഞാൻ 25 വയസ്സിലാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ എനിക്കൊരു 75 വയസ്സ് ജീവിക്കണ്ടേ? അപ്പൊ എന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ബാക്കി നിൽക്കുന്നു. ഞാൻ എന്നെ പറ്റി ആലോചിക്കണം. അപ്പോ ഞാൻ ഇതിപ്പോ കുടിക്കാൻ പോണോ പോണ്ടേ? ഞാനിപ്പോ ഈ വേണ്ടാത്തത് ചെയ്യാൻ പോണോ പോണ്ടേ? എന്റെ ഉമ്മയും ഉപ്പയും ഇഷ്ടമില്ലാത്തവന്റെ കൂടെ സഞ്ചരിക്കാൻ ഞാൻ നിൽക്കണോ നിൽക്കണ്ടേ? വാപ്പയെയും ഉമ്മയെയും കണ്ണീരിലായിക്കൊണ്ട് മറ്റൊരാളെ കൂടെ ഓടിപ്പോകുന്ന പെൺകുട്ടി, വാപ്പാനെയും ഉമ്മാന്റെയും അയ്ബത്തരത്തിൽപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൂട്ടി വരുന്ന ചെറുപ്പക്കാരൻ, എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
ഇന്നലത്തെ പത്രത്തിൽ വലിയൊരു അത്ഭുത വാർത്തയായി കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ പേജിൽ വരുന്നുവെന്ന് 1ാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവം? ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ ഒരു പുതിയ രീതി എന്താണ്? ഒരു 10 ആള് കല്യാണം കഴിച്ചു. 10 ആള് കല്യാണം കഴിച്ചാൽ ഓരോ ദിവസവും ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തുക. എന്റെ ഭാര്യനെ നിങ്ങളൊപ്പം താമസിക്കുക, നിങ്ങളെ ഭാര്യ എന്റെ കൂടെ താമസിക്കുക, ഇങ്ങനെ നാളെ നിങ്ങളെ ഭാര്യ മറ്റവന്റെ ഒപ്പം, അവന്റെ ഭാര്യ എന്റെ കൂടെ, ഇങ്ങനെ ഭാര്യമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഒരു പരിഷ്കാരം പുതിയ തലമുറയിൽ. ഊട്ടി, നമ്മുടെ കുട്ടികളൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ പോകാണ് ഊട്ടിയിൽ. ഊട്ടിയിലെ ജ്യൂസ് കട നടത്തുന്ന, ഊട്ടിയിലെ ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന കച്ചവടക്കാരൻ, 2 ചെറുപ്പക്കാർ കൂടിയിട്ട് ഊട്ടിയിൽ ഒരു ഫാസ്റ്റ് ഫുഡ് നടത്തുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ, ഞാൻ ഊട്ടിയിൽ അവിടെ ഒരു മക്കാമുണ്ട്, ആ മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആ ചായക്കടയിൽ ചെന്ന സമയത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ ചായ കുടിക്കും, ചെറുപ്പക്കാരികളൊക്കെ ഇങ്ങനെ ചായ കുടിച്ചിങ്ങനെ പോവാ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്റെ പ്രസംഗങ്ങൾ ഈ യൂട്യൂബിൽ കേൾക്കുമല്ലോ, യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കും. പല സ്ഥലത്തും നമ്മൾ നിൽക്കുന്ന സമയത്ത് ആളുകൾ വന്നിട്ട് സലാം പറയും, അസ്സലാമു അലൈക്കും, കൂറ്റമ്പാർ ഉസ്താദല്ലേ, നിങ്ങളെ പ്രസംഗം ഞാൻ കേൾക്കലുണ്ട് എന്ന് പറയും. അപ്പൊ അത് ഒരു സൗഭാഗ്യമാണെന്ന് കൂട്ടിക്കോളിങ്ങൾ. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹം, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഈ കുട്ടികളൊക്കെ ഏതാണ്? ഉസ്താദെ ആ കാര്യം ചോദിക്കരുത്, നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഈ ഊട്ടിയിലേക്ക് അധികം മുസ്ലിം കുട്ടികളും വരുന്നത്. ഈ കുട്ടികളൊക്കെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു പെണ്ണിന്റെ കൂടെ കണ്ട ചെറുപ്പക്കാരൻ വേറെ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ആ പെണ്ണ് മറ്റവന്റെ കൂടെ, ചെറുപ്പക്കാരെ കൂടെ. ഇവരൊക്കെ ഭാര്യമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുകയാണ്. എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, മഹല്ല് കമ്മിറ്റി കൂടി, മഹല്ലും ഇവിടുത്തെ മുസ്ലിം ജമാഅത്തും ഒക്കെ ചേർന്ന് സംഘടിപ്പിച്ചൊരു വേദിയായതുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ഒരു മഹല്ലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അല്പം ഉണർന്ന് ചിന്തിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി തെറ്റിൽ അകപ്പെട്ട ശേഷം അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കുട്ടി മദ്യപാനിയായ ശേഷം ഓപ്പ കള്ളുടിച്ചാൻ തുടങ്ങിക്കണെന്ന് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടന്നാൽ ഓന്റെ കള്ളുടി മാറുമോ? നമുക്ക് അങ്ങനെ ഒരു സുഖം ഉണ്ടല്ലോ. ഒരാളെ പറ്റി എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അല്ലേ, ഒരു പെണ്ണിന്റെ അടുത്ത് ഒരാണിന്റെ അടുത്ത് ഒരു വാർത്ത കിട്ടിയാൽ മനോരമയിൽ കൊടുത്താൽ അത്ര പരസ്യം കിട്ടൂല, അതിലേറെ പരസ്യം നമ്മളെ സ്വന്തം കിട്ടിപ്പോ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, കൂട്ടത്തിൽപ്പെട്ട, നാട്ടിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മദ്യപാനിയായിട്ട് അവൻ മദ്യപാനിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കാണുന്നത് കൊണ്ട് ഓ മാറ്റം വരുമോ? അവൻ മദ്യപാനത്തിലേക്ക് പോകാനുള്ള സാഹചര്യം നമ്മുടെ മഹല്ലത്തിലുണ്ടോ? ആ സാഹചര്യം ഇല്ലാതാക്കാൻ നമ്മുടെ കൂട്ടായ്മക്ക് സാധിക്കുക.